തുലാമഴയിൽ തുരുമ്പെടുത്ത് നശിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുത്തൻ വാഹനങ്ങളൊക്കെ. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്ത വാഹനങ്ങൾ ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. ഫ്ളാഗ് ഓഫ് പരിപാടിയിലെ സംഘാടക പിഴവ് ആരോപിച്ച് മന്ത്രി ആദ്യം പരിപാടി തന്നെ റദ്ദാക്കിയിരുന്നു. രണ്ടാമത് ഫ്ളാഗ് ഓഫ് നടത്തി, പക്ഷേ ഇതുവരെ വാഹനങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. വാഹനങ്ങൾ അലോട്ട് ചെയ്യുന്നതിനുള്ള മന്ത്രിയുടെ അതൃപ്തിയാണ് പ്രതിസന്ധിയെന്നാണ് സൂചന. എ.കെ. സ്റ്റെഫിൻ തന്നെ ഈ വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കും. അതെന്താണ് വാഹനങ്ങൾ വിട്ടുകൊടുക്കുക, എന്താ പ്രശ്നം എന്താ? അതായത് ഈ അലോട്ട്മെന്റിലെ എന്തോ പ്രശ്നങ്ങളാണ്. മന്ത്രിയോട് ആരോ പരാതിയോ കാര്യങ്ങളോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഈ ഹോണിന്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ എന്തുകൊണ്ട് ഈ എൻഫോഴ്സ്മെന്റ് കൃത്യമായി നടക്കുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും പരിശോധനയ്ക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അതോടൊപ്പം എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് ആ സ്ഥലത്തെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പരിമിതികൾ അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വാഹനങ്ങൾ കൊടുക്കാതെ പിടിച്ചിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച പോലീസിൻ്റെ ഒരു 40ഓളം വണ്ടികളുടെ ഫ്ളാഗ് ഓഫ് നടത്തി. മുഖ്യമന്ത്രിയാണ് നടത്തിയത് പേരൂർക്കടയിൽ വെച്ചിട്ട്. ആ വാഹനങ്ങൾ അന്നേരം തന്നെ കൊടുത്തു. പക്ഷേ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിപാടി ആദ്യം ഒന്ന് റദ്ദാക്കുന്നു 3 ആഴ്ചയ്ക്ക് മുമ്പ്. അതിനുശേഷം മറ്റ് നടപടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും രണ്ടാമതൊരു പരിപാടി കൂടി വരുന്നു. അവിടെയും കൊണ്ട് നിൽക്കുന്നില്ല. ഈ അലോട്ട്മെൻറ്റിൽ സാധാരണഗതിയിൽ ഈ മന്ത്രിമാരൊന്നും ഇടപെടുന്ന ഒരു പതിവ് ഇല്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാൻ മനസ്സിലാവുന്നത്. പക്ഷേ എന്തായാലും ഗണേഷ് കുമാർ ഈ വിഷയത്തിലും ഇടപെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ അവിടെയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രദ്ധയുണ്ട്. പക്ഷെ ശ്രദ്ധയുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടുന്നത്. കാരണം ഈ നാളെ രാഷ്ട്രപതി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പം അത്തരം എൻഫോഴ്സ്മെന്റിൽ പരിശോധന, വാഹന പരിശോധന, അതിലെല്ലാം സജീവമാകേണ്ട വണ്ടികളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പേരൂർക്കട SIP ക്യാമ്പിൽ. അത് നമുക്കൊന്നും കാണാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് SIP ക്യാമ്പിന്റെ അകത്ത് ഒളിച്ചിട്ടിരിക്കുകയാണ് വാഹനം. പക്ഷേ വാഹനം കിട്ടിയിട്ടില്ല. ഇനിയും ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ വരേണ്ടി വരും. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇതിന്റെ ഓർഡർ ഇറങ്ങും. ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ട്രിക് വണ്ടികളുണ്ടായിരുന്നു. ആ ഇലക്ട്രിക് വണ്ടികളെല്ലാം തിരിച്ച് ഓഫീസുകളിലേക്ക് എടുത്തിട്ട് എൻഫോഴ്സ്മെന്റിന് വേണ്ടി ഈ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ തട്ടി നിൽക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ആക്കിയിരുന്നുവെങ്കിൽ നാടിന് പ്രയോജനമായനെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഈ ഒരു എൻഫോഴ്സ്മെന്റ് വാഹനം പരിശോധനയ്ക്ക് ഇറങ്ങിയാൽ, നമ്മുടെ നാടാണല്ലോ, എന്തെങ്കിലും ഒരു പരിശോധനയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ ഒരു വാഹനത്തിൽ നിന്ന് ഒരു ദിവസം വരുമാനം കണ്ടെത്താൻ പറ്റും. കാരണം ഒരു ടിപ്പർ ലോറി അനധികൃതമായി ഓടുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ള നിയമ ലംഘനങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അത്രയധികമാണ് ഫൈൻ. നിയമപരമായ അത്രയും ഫൈനുകളുണ്ട്. അത് പിടിച്ചു കഴിഞ്ഞാൽ വാഹനങ്ങൾ ഇറങ്ങി പരിശോധന കൃത്യമായി നടന്നു കഴിഞ്ഞാൽ അത്രയധികം വരുമാനം പോലും സർക്കാരിന് കിട്ടും. പക്ഷെ അതെല്ലാം പൈസയാണ് തുരുമ്പെടുത്ത് ഇങ്ങനെ കിടക്കുന്നതെന്ന് വേണം. ശരി, എന്തായാലും എത്രയും പെട്ടെന്ന് ആ വാഹനങ്ങളൊക്കെ വിട്ട് കിട്ടാനുള്ള ശ്രദ്ധ കൂടി മന്ത്രി ചെലുത്തട്ടെ.